ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 3 കിഡ്സ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബേബി നെയിം റിവീൽ ബോക്സ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. തെറ്റുകൾ ഉണ്ടായേക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ ഒരു ഫോട്ടോയും കുട്ടിയുടെ പേരും അടങ്ങിയ ഒരു പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റിക്കർ പ്രിൻ്റാണ്. സ്റ്റിക്കർ പ്രിൻ്റ് എടുത്താൽ നമുക്ക് ഒട്ടിക്കാൻ സുഖമായിരിക്കും. അല്ലെങ്കിൽ വെറുതെ പ്രിൻ്റാണ് എടുത്തതെങ്കിലും നമുക്ക് പശ വെച്ച് ഒട്ടിക്കാവുന്നതാണ്. അതിനു വേണ്ടി നമ്മൾ ഒരു ഫോം ബോർഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ ഫോം ബോർഡിലേക്ക് നമ്മൾ എടുത്ത ഈ സ്റ്റിക്കർ പ്രിൻ്റ് ഒട്ടിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഫോം ബോർഡിലേക്ക് ഈ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ ബബിൾ വരാൻ സാധ്യതയുണ്ട്. ബബിൾ ഉണ്ടായാലും നമ്മൾ ഉദ്ദേശിച്ച പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഇത് ഒട്ടിച്ചെടുത്തത്. ഒരാൾ അറ്റം പിടിച്ച് തന്നു, മറ്റേ തുണി കൊണ്ട് ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ബബിൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ബബിളില്ലാതെ ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. ആദ്യം ഒട്ടിച്ചപ്പോൾ ഒന്ന് ബബിളൊക്കെ വന്നു. അപ്പോൾ പിന്നെയും ഒന്ന് നിവർത്തി ഒക്കെ കൊടുത്തിട്ട് പിന്നെയും ഞങ്ങൾ ഒട്ടിച്ചെടുത്തതാണ്. ഇത് ഒട്ടിച്ചെടുക്കാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അത് ഒട്ടിച്ചെടുത്തു. കഴിഞ്ഞ ആഴ്ച എൻ്റെ മോൻ്റെ പേരിടലായിരുന്നു. അതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുന്നത്. വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ആങ്ങളയും ഭാര്യയും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ അവരും ഉണ്ടായിരുന്നു കൂടെ. കുഞ്ഞാവ ഉറങ്ങുന്ന തക്കത്തിലാണ് ഞങ്ങളിത് ചെയ്യാനിരുന്നത്. ഇടയ്ക്ക് വാവ ഇരുന്നിട്ടിട്ട് ഞാൻ പോയി. പിന്നെ അത് ഒട്ടിച്ചെടുത്തിട്ട് കത്രിക കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെട്ടിയെടുത്തത്. അതിനുശേഷം നമ്മൾ ലവ് ആകൃതിയിൽ വെട്ടിയെടുത്ത അതിന് ചുറ്റും നമുക്ക് തെർമോക്കോൾ ബോൾസ് നിറക്കുന്നതിന് വേണ്ടി അറ്റത്ത് ഒട്ടിക്കുമല്ലോ, അത് ഒരു സ്കെയിലിൻ്റെ വണ്ണത്തിലാണ് ഞങ്ങൾ വെട്ടിയെടുത്തത്. ഫോം ബോർഡിൻ്റെ വലിയ ലവ് ചിഹ്നം ആയതുകൊണ്ട് തന്നെ നമുക്ക് തികഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ 2 കഷ്ണമാക്കി വെട്ടിയെടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്തത്. അങ്ങനെ ഫെവിക്വിക്ക് പശ വെച്ചാണ് ഞങ്ങൾ ഒട്ടിച്ചെടുത്തത്. അങ്ങനെ ഒട്ടിച്ചെടുത്തപ്പോൾ തന്നെ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം, അത് അപ്പോൾ തന്നെ ഉണങ്ങും എങ്കിലും ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പ്ലാസ്റ്റിക് പ്ലെയിൻ ഷീറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങൾ മുകൾ ഭാഗം കവർ ചെയ്തത്. ഇതിൽ നല്ലതായിട്ട് ഒട്ടിക്കാനായിട്ട് അക്രിലിക് ഷീറ്റ് ഈ ഫെവിക്വിക്ക് വെച്ച് തന്നെ ഒട്ടിക്കാവുന്നതാണ്. ഞങ്ങൾ പ്ലാസ്റ്റിക് പ്ലെയിൻ ഷീറ്റാണ് എടുത്തത്. അത് സെല്ലോ ടേപ്പ് വെച്ച് വലിച്ചൊട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ തെർമോക്കോൾ ബോൾസ് വീഴാനായിട്ട് നമ്മൾ അടിഭാഗത്ത് 2 ഹോൾ ഇട്ട് കൊടുക്കുകയും ചെയ്തു. 10 രൂപയുടെ കുഞ്ഞു പാക്കറ്റായിട്ട് ഒരു 30 പാക്കറ്റോളമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി വാങ്ങിയത്. ആദ്യം ഞങ്ങൾ മൊത്തം ഈ ഹാർട്ട് ഷേപ്പിൽ നിറച്ച് വെച്ചിട്ട് മോളി ഭാഗത്തു കൂടി പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ചാലോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് അത്ര കണ്ട് ഭംഗിയായി തോന്നിയില്ല. പിന്നീട് ഞങ്ങൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്നുകൂടി വലിച്ചൊട്ടിച്ച ശേഷം ഞങ്ങൾ പേപ്പർ കൊണ്ട് ഒരു കുമ്പിളുണ്ടാക്കി അതിൽ കൂടി ഇടുകയാണ് ചെയ്തത്. അപ്പോഴേക്കും എൻ്റെ ബ്രദർ സഹായിക്കാനായിട്ട് വന്നു. തെർമോക്കോൾ ബോൾസ് കണ്ടിട്ട് കുട്ടികളൊക്കെ അത് വെച്ച് കളിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു വാവയുടെ പേരിടൽ കഴിഞ്ഞോട്ടെ തരാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയേക്കാണ് കുട്ടികളെ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് തെർമോക്കോൾ ബോൾസ് ഇട്ടു. കുഞ്ഞാവ എണീറ്റു അമ്മയോടൊപ്പം കിടക്കുകയാണ്. അതിനുശേഷം തെർമോക്കോൾ കുറച്ചിച്ച് ഇടാൻ തുടങ്ങി. തെർമോക്കോൾ ബോൾസ് നിലത്ത് വീണാലുള്ള അവസ്ഥ അറിയാമല്ലോ, അത് അടിച്ചു വാരിയാലൊന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ തെർമോക്കോൾ ബോൾസ് നിറക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഒട്ടും വിചാരിച്ചില്ല ഇത്ര നന്നായി ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ എൻ്റെ മോൻ്റെ പേരിടൽ ചടങ്ങിനെ വളരെ ഭംഗിയായി തന്നെ നെയിം
റിവെയൽ ബോർഡ് റെഡിയാക്കാൻ സാധിച്ചു. പേരിടൽ ചടങ്ങൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നു. അപ്പോൾ ഞാൻ വീഡിയോസും ഫോട്ടോസും എല്ലാം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസാക്കി ഒക്കെ വെച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേർ എവിടെ നിന്ന് വാങ്ങിയതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളുണ്ടാക്കിയത് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു സന്തോഷം പറയാനുള്ളത്, അടുത്ത മാസം എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ പേരിടലാണ്. അപ്പോൾ എന്നോട് ഇതുപോലെ ഒരെണ്ണം ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായ വയസ്സ് പറഞ്ഞിട്ടില്ല, എന്നാലും ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇത് നല്ല ഭംഗിയായി തീർന്നു, നല്ല സന്തോഷമായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത്, അതിനാൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.